വീണ്ടും അടുത്ത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പോൾ ദൈവം അങ്ങ് എവിടെയോ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിയോഗ്രഫിക് ലൊക്കേഷനകത്ത് അല്ലെങ്കിൽ മറ്റേതോ ഒരു അജ്ഞാതമായ സ്ഥലത്ത് ജീവിക്കുന്ന വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ആ സ്നേഹം നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. സോ ദൈവം നമ്മിൽ ഇരിക്കുന്നു എങ്കിൽ അതിൻ്റെ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതാണ്. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവം വസിക്കുകയും ആ വ്യക്തിയിലൂടെ നമുക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ജീസസ് എന്താ പറഞ്ഞത്? ജീസസ് ദൈവമായത് കൊണ്ടല്ല, ജീസസ് മനുഷ്യനായിട്ട് തന്നെ ഇരുന്നിട്ട് മനുഷ്യൻ്റെ അടുത്ത് ജീസസ് പറയുക, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെയും പിതാവിനെയും തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല. സോ ജീസസ് ഇത് പറയുമ്പോൾ ജീസസ് 100% മനുഷ്യനാണ്. നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങിയതാ. ജീസസ് പൂർണ്ണ മനുഷ്യനാണെന്ന് വിശ്വസിക്കാത്ത എല്ലാവരും വേറെ ആത്മാവുള്ളവനാണ്. ജീസസ് 100% ജഡത്തിൽ വന്നു എന്നും ജീസസ് 100% മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നവൻ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജീവിക്കുന്ന മനുഷ്യനാകത്തുള്ളൂ. അപ്പോൾ ആത്മാവ് ഏതാണെന്ന് വിവേചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആരാണെന്നുള്ള വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ജീസസ് 100% മനുഷ്യനാണ്. ആ 100% മനുഷ്യനായ ജീസസിനകത്ത് പിതാവ് വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് ജീസസ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ജീസസിനെ കണ്ടവൻ പിതാവിനെ കണ്ടു. അതുകൊണ്ട് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ ഇങ്ങനെ ജീസസ് പറയാൻ കാരണം, ഫിലിപ്പോസ് ചോദിച്ചത് എന്താ? എനിക്ക് ആ പിതാവിനെ കാണിച്ചതാ, എങ്കിൽ ഞങ്ങൾക്കത് മതി. അപ്പോൾ ജീസസ് പറയുക, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ജീസസ് ദൈവം എന്നല്ല അതിൻ്റെ അർത്ഥം. ജീസസിൽ പിതാവ് വസിച്ചുകൊണ്ട് ആ സ്നേഹത്തെ ജീസസ് വെളിപ്പെടുത്തി, ആ പ്രവൃത്തികളെ വെളിപ്പെടുത്തി. ഇതേ രീതിയിൽ ഈ കാലഘട്ടത്തിൽ പിതാവ് വസിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തെയും പിതാവിൻ്റെ ആട്രിബ്യൂട്ട്സിനെയും വെളിപ്പെടുത്തുന്ന ഒരു മനുഷ്യനെയാണ് നാം ദർശിക്കേണ്ടത്. അവനിലാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടത്. അല്ലാതെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടുമില്ല, ഇനി കാണാൻ പറ്റത്തുമില്ല. അത് ശരീരത്തിലിരിക്കുമ്പോഴും അതെ, ഈ ശരീരം വിട്ടാലും അതെ. ഓക്കെ, സോ ദൈവത്തെ വെളിപ്പെടുത്തുന്ന മനുഷ്യന്മാരായി നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകണം. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് പെട്ടെന്ന് ഒരു മതവിശ്വാസിക്ക് ഇത് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തകളല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ ഈ യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം ആവർത്തിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. സോ അതിനുള്ളൊരു സീഡായിട്ട്, ഒരു വിത്തായിട്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കട്ടെ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വീണ്ടും 13-ാം വാക്യം പറയുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. സോ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഏത് സ്റ്റേറ്റ്മെൻറ്റ്? നാം ദൈവത്തിലും ദൈവം നമ്മിലുമാകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ ദൈവമുണ്ടോ, ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുള്ള ചെക്ക് പോയിൻ്റാണ് എന്താ? ഒരു വ്യക്തിക്ക് പറയാൻ പറ്റണം നെഞ്ചിൽ കൈവച്ച്, എന്നിൽ ദൈവം വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വസിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലയനം സംഭവിച്ച് ഒന്നായിരിക്കുന്നു. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ കാതലായ ഭാഗം. ഞാൻ എൻ്റെ മുന്നേ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ 2 വ്യക്തികളുടെ സമന്വയമാണ്. അത് ശരീരത്തിലും മനസ്സിലുമാണ്. സോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും 2 വ്യക്തികൾ ഒരുമിക്കുന്നതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ. അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഒന്നിക്കുന്നു. ഫൈൻ, അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അവൽ 2 അല്ല 1 അത്രേ. ഓക്കെ, ഇത് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ഇതേ രീതിയിൽ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരുമിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ലയനം സംഭവിച്ച് ഒന്നായിത്തീരുന്നു. അത് 2 അല്ല 1 മാറുന്ന അനുഭവമാണ് ആത്മീയ ജീവിതം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ജീവിതത്തെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അതല്ലാതെ ബൈബിൾ വായിക്കുന്നതോ പള്ളിയിൽ പോകുന്നതോ അവിടെ കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നതോ അല്ല ആത്മീയ ജീവിതം.
ഈ രണ്ട് ആത്മാവും തമ്മിൽ ഇഴുകിച്ചേരുന്നതാണ് ആത്മീയ ജീവിതം. അപ്പോൾ 13-ാം വാക്യം എങ്ങനെ ഒന്നുകൂടെ നോക്കിയേ. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്നതിനാൽ നാം അറിയുന്നു. അപ്പോൾ നെഞ്ചിൽ കൈവച്ച് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണ്, എനിക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി എന്ന് നെഞ്ചിൽ കൈവച്ച് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഈ വാക്യത്തെ ചെക്ക് പോയിന്റ് ടിക്കിടാം. ഏതാ? ദൈവം എന്നിലും ഞാൻ ദൈവത്തിലും വസിക്കുന്നു. ഇത് യേശുവിന് പറയാൻ പറ്റിയതുപോലെ ഇന്ന് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഫൈൻ. ഓക്കെ, ഇനി അടുത്ത ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. 14-ാമത്തെ വാക്യം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. ആരാ? ഈ എഴുതിയിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ അടങ്ങുന്ന അപ്പോസ്തലന്മാരെല്ലാവരും സാക്ഷ്യം പറയുന്നു പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്നാണ്. എന്തായിട്ട് അയച്ചിരിക്കുന്നത്? ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്ന ദൈവമായിട്ടല്ല. അപ്പോൾ അന്ന് ലോകമെന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ ലോകമെന്ന് പറയുന്നത് യഹൂദൻ്റെ ന്യായപ്രമാണവും ദേവാലയവും യാഗങ്ങളും അടങ്ങുന്ന ആ ഒരു വ്യവസ്ഥയിൽ ജീവിക്കുന്ന സമൂഹത്തെയാണ് ലോകമെന്ന് ഈ ബൈബിൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥയിൽ നിന്ന്, ന്യായപ്രമാണവും ദേവാലയവും പൗരോഹിത്യവും യാഗങ്ങളും അടങ്ങുന്ന വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മാറ്റി ആത്മാവിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കാനായിട്ട് അവരെ അതിനകത്തുനിന്ന് വേർപെടുത്തുന്ന ശുശ്രൂഷയാണ് ജീസസ് ക്രൈസ്റ്റ് വന്ന് ചെയ്തത്. ഇതേ ശുശ്രൂഷയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ക്രിസ്തീയ മതത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഡോക്ട്രിൻസിനകത്ത് നിന്ന് ജനങ്ങളെ ആ മതവ്യവസ്ഥയ്ക്കകത്ത് നിന്ന് മാറ്റി ആത്മാവിൻ്റെ വ്യവസ്ഥയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രവൃത്തിയാണ് ഇന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതിനാണ് എന്നെപ്പോലുള്ള വ്യക്തികളെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, സോ അന്ന് ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ ഇന്ന് പുത്രന്മാരായ വ്യക്തികളെ ദൈവം ഇതേ ചുമതലയോടുകൂടെ അയച്ചിരിക്കുന്നു. എന്തിനാ? നിങ്ങൾ മതവ്യവസ്ഥയിൽ നിന്ന് മാറി ആത്മസ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് അന്ന് അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്നത് പോലെ എൻ്റെ കൂടെ ഉള്ളവർ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും വീഡിയോസിൻ്റെ കമൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടംപോലെ സാക്ഷ്യം അത്തരത്തിൽ കേൾക്കാൻ, നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവും. ഇനി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കും. യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുന്നവരല്ല, യേശു ദൈവമെന്ന് സ്വീകരിക്കുന്നവരല്ല, യേശുവിനെ ദൈവപുത്രൻ എന്ന് സ്വീകരിക്കണം. അപ്പോൾ യേശു ദൈവപുത്രൻ എന്നാണ് ബൈബിൾ ഉടനീളം പറയുന്നത്, ദൈവമെന്നല്ല. സോ ഇത് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലും ദൈവം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ മാത്രമേ യേശു ദൈവപുത്രൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മതം പഠിപ്പിച്ചതേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. കാരണം അപ്പം പറഞ്ഞത്, അമ്മ പറഞ്ഞത്, സമൂഹം പറഞ്ഞത്, അച്ഛൻ പറഞ്ഞത്, പാസ്റ്റർ പറഞ്ഞത്, മതത്തിനകത്ത് കിടക്കുന്ന ഡോക്ട്രിൻസ് പറഞ്ഞതിന് നിങ്ങളിങ്ങനെ ജൽപ്പനം പോലെ പറയും. യേശു ദൈവമാണ്, യേശു ദൈവമാണ്, യേശു ദൈവമാണ്. ഇത് ജൽപ്പനമാണ്, മതം പഠിപ്പിച്ചതാണ്. സോ ആ മതം പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് മാറി യേശു ദൈവപുത്രൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളിലും നിങ്ങൾ ദൈവത്തിലും ആകണം. അപ്പോഴേ ഈ ചിന്ത മാറത്തുള്ളൂ, അപ്പോഴേ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനകത്ത് വ്യതിയാനം ഉണ്ടാകത്തുള്ളൂ. സോ ദൈവം എന്ന് പറയുന്ന പൊസിഷനിൽ പിതാവാം ദൈവത്തെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ വെക്കാനായിട്ട് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. വേറെ ആർക്കും ആ മഹത്വം കൊടുക്കാനായിട്ട് ദൈവവും ആഗ്രഹിക്കുന്നില്ല, അത് ഇൻക്ലൂഡിങ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ദൈവപുത്രനാണ് എന്നുള്ള ആ ഒരു ധാരണയിലേക്ക്, അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തേക്ക്, ഉറപ്പിനകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലാകണം, ദൈവം നിങ്ങളിലാകണം. ഈ ലയനം സംഭവിക്കാതെ അതിന് സാധ്യമല്ല. അപ്പോൾ ഇപ്പോഴും യേശു ദൈവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള ലയനം ഇന്നയോളം നടന്നിട്ടില്ല എന്ന് ചുരുക്കം. ഓക്കെ, സോ നമുക്ക് അടുത്ത സെക്ഷനകത്ത് 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഇന്ന് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.